ശ്രീദേവി, ശ്രീദേവി, എന്താ? അശോകൻ തന്നതാ. ശ്രീദേവിക്ക് നാളെ കാലത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്ത ഞാനും കുടുംബവും. എൻ്റെ ഒപ്പം നീയും ഉണ്ടാവണം. പലതും സഹിക്കേണ്ടി വരുമെന്നറിയാം, പക്ഷെ ഇവിടെ അനുഭവിച്ചതുപോലെ ഉണ്ടാവില്ല. കാലത്ത് അമ്പലപ്പടിക്കൽ കാത്തു നിൽക്കും. നീ വരണം. വരുമെന്ന് കരുതുന്നു. അശോകൻ. ആറര മണിക്കൊരു വണ്ടിയുണ്ട്. എടുക്കാനുള്ളൊക്കെ എടുത്തില്ലേ? എന്നാ പുറപ്പെടാം. അല്ല, പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? ആ കുട്ടിയോട് ഒന്ന് യാത്ര പറയണ്ടേ? ഒന്നുമില്ലെങ്കിലും എല്ലാവരും പരസ്പരം കുറെയൊക്കെ ആഗ്രഹിച്ചതല്ലേ? ഇന്നലെ ആട്ടി ഇറക്കിയവരോട് എന്തിനാ ഒരു യാത്ര പറച്ചില്? അതൊക്കെ നേരത്തെ ഓരോന്നും ചെയ്തു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. ഇത്രയൊക്കെ ആയെന്ന് കരുതി ആങ്ങളുടെ മകളല്ലാതാകുന്നില്ലല്ലോ. ഒന്ന് കണ്ട് യാത്ര പറഞ്ഞിട്ട് പോകുന്നതല്ലേ എന്റെ ശരി. വരൂ മക്കളെ, നമുക്ക് മോളെ ഒന്ന് കണ്ടിട്ട് പോവാം. അമ്മേ, സംശയിക്കണ്ട, ഇത് തന്നെയാണ് കൗണ്ടർ നായരുടെ മകൾ രാജവല്ലി. ജ്ഞാനശീലം കുരുക്കൽ അന്നൊരിക്കൽ എന്നോട് ചോദിച്ചില്ലേ ഞാനെന്താ കല്യാണം കഴിക്കാത്തതെന്ന്? എന്നാ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. ഒരു മകളും ഉണ്ട്. അതാണ് ഈ അനുപമ. എന്താ ഇത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. വക്കീലേ, ഇനിമേൽ അവങ്ങളെ പോട്ട് കുഴപ്പാമേ വിഷയത്തെ ചൊല്ലുങ്ക. ഇനി എന്താ മനസ്സിലാക്കാനുള്ളത്? ഇന്നലെ വരെ ഈ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ഈ ശ്രീദേവിയാണ് ഇക്കണ്ട സ്വത്തുക്കൾക്കൊക്കെ അവകാശിയായ സാക്ഷാൽ രാജവല്ലി. ராஜவலி கொண்டுதான் வருவேன். ஐயோ, இங்க இருந்து சொல்றத கேளுங்க. കൊച്ചുമോളുടെ ഭർത്താവാകാൻ വരുന്നവന് സ്വത്താണോ വലുത്, യഥാർത്ഥ സ്നേഹമാണോ വലുത് എന്ന് തിരിച്ചറിയാൻ മുത്തശ്ശിയുടെ ബുദ്ധിയിൽ ഉദിച്ച ഒരു നാടകമായിരുന്നു ഇത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോ എവിടെയാ നിർത്തേണ്ടെന്നറിയാതെ ഞങ്ങൾ വിഷമിക്കുകയായിരുന്നു. നിങ്ങളെയൊക്കെ കുറച്ച് വേദനിപ്പിക്കേണ്ടി വന്നു. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്ന് കരുതി എന്നോട് പൊറുക്കണം. ആ അമ്പലപ്പടിക്കൽ ഒരാൾ തന്നെയും കാത്ത് നിൽക്കുന്ന കാര്യം മറക്കണ്ട. വേണ്ടല്ലോ.
രാജവല്ലി, അത് ശരി. കൂട്ടിനാളെ കിട്ടിയപ്പോ കൂടെ വന്ന എന്നെ രാജവല്ലി മറന്നു അല്ലേ? രാജവല്ലി ഞാൻ അനുപമ. ഏതായാലും ഒളിച്ചോടാൻ കാണിച്ച ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. എന്താ സാറേ, നാട്ടുക്ക് പുറപ്പെട്ടാച്ചാ? പെട്ടെന്ന് പുറപ്പെട്, ട്രെയിൻ മിസ്സായിടും. നീ വാ രാജവല്ലി. പൂച്ച மாதிரி இருந்துகிட்டு ஆனைக்கு அலுவா கொடுக்குறியா? அலுவா பிடிச்சு கட்டிக்கிட்ட அவனை.
நீ ஏன்டா கஷ்டப்படுற? தாலி கட்டி முடிச்சதும் ஃபர்ஸ்ட் நைட் வேற இருக்குது. உடம்ப அழட்டிக்காத. டேய், முகூர்த்த நேரம் முடிகிற வரைக்கும் அந்த மூலையை இழுத்து கட்டுங்களா. நீ வா ராஜவல்லி. ஐயரே, நான் ரொம்ப கடவுள் பக்தி உள்ளவன். அதனாலதான் பொண்ணு மாப்பிள்ளை இங்க கூட்டு வந்திருக்கிறேன். டேய், தாலிய கட்டுறா. பூபதி, இந்த முத்தச்சி கண்ணு முன்னாலேயே கல்யாணம் நடக்கும்னு சொன்னேன். நீ சொன்ன மாதிரியே நடக்க போகுது. ஆனா நீ நினைச்ச மாதிரி இல்ல. ஏன் தெரியுமா? இந்த முத்தச்சி உண்மையான கடவுள் பக்தி உள்ளவ. அசோகா, கட்டுடா தாலிய. അങ്ങനെ ഒരുത്തന്റെ ഓസുതാലി വാങ്ങിച്ച് കെട്ടേണ്ട ഗതികേട് എന്റെ അളിയന് വന്നിട്ടില്ല. മുത്തശ്ശിയുടെ ആഗ്രഹം പോലെ ഇത് നമുക്ക് നമ്മുടെ ആചാരപ്രകാരം നടത്തണം. താലിങ്ങ കൗണ്ടറേ, നിങ്ങളുടെ മോന് പറ്റിയ ഒരു ഇടന്നൊക്കെ എളുപ്പം കല്യാണം നടത്തണം. ഇല്ലെങ്കിൽ താലിയും പൊക്കി പിടിച്ച് ഇനിയും പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കേണ്ടി വരും. புரியலையா? உங்க பையனுக்கு நல்ல ஒரு இடம் பார்த்து கல்யாணம் செய்து தொலையுங்க. അളിയാ, ഇതാ താലി കെട്ട്. കെട്ടളിയാ. മതി മതി, ഫ്ലൈറ്റിന് സമയമായി, വേവാട്ടെ. அம்மாவுக்கு நம்ம எல்லாம் விட்டு போறதுக்கே மனசு வரல. കഥയിലെ കത്തി വേഷക്കാരിയായ കഥാപാത്രം രംഗം വിടുന്നു. ഈ ഒഴിവുകാലം ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. കാലം ഒത്തിരി കഴിഞ്ഞ് കുട്ടികളും അവരുടെ കുട്ടികളൊക്കെ ആവുമ്പോ മടിയിലിരുത്തി പറഞ്ഞു കൊടുക്കണം കള്ള രാജകുമാരിയുടെ വേഷം കിട്ടിയ ഈ ആന്റിയുടെ കഥ. നീ അവധി കിട്ടുമ്പോഴൊക്കെ വരണം. வக்கீலே, குழந்தைய கொண்டு போய் அவங்க அம்மா கிட்ட விட்டுட்டு சீக்கிரமா வரிല്ലേ? അയ്യോ, മുത്തശ്ശിക്ക് ഇപ്പൊ എല്ലാരും ആയില്ലേ. ഞാൻ കുറച്ചു നാൾ കുടുംബത്തോടൊപ്പം താമസിച്ച് അമേരിക്കയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് വരാം. അടുത്ത തവണ വരുമ്പോത് കൂട്ടിനൊരാളും കൂടി വേണം. മുത്തശ്ശി പറഞ്ഞത് ശരിയാ. മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോ സ്വന്തം കാര്യം മറക്കണ്ട. ഇനിയിപ്പോ ഒരാളെ തിരഞ്ഞെടുക്കാൻ നാടകങ്ങളി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അതിലെ കഥാപാത്രങ്ങളാവാം. അത് ശരിയാ. അപ്പേ നീ വന്നേ. മല്ലന്റെ കാലി കല്ലിട്ട കാര്യം ഞാൻ പറയട്ടെ. എന്താ ഒരു രഹസ്യം? അമേരിക്കയിലേക്ക് ഞങ്ങൾ അളിയന്മാരും കൂടി വരണമെന്ന് പറഞ്ഞതാ.